വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കാലിക്കറ്റ് വരെ പോവാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു വ്ളോഗാണ്. സമയം വളരെ കുറവായിരുന്നു, നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. വേഗം നമ്മൾ മണിയൂർ തീരത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ പാട് തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ കയറിയപ്പോൾ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരത്തേക്ക് ക്യാമറയിലോട്ട് വരാൻ വേണ്ടിയിട്ടോ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടോ അത്ര താല്പര്യ കക്ഷിയായിരുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് അവളെ ഇറിറ്റേറ്റ് ചെയ്യാണ് ഞങ്ങൾ. അബദ്ധത്തെ ക്യാമറ പെട്ട് ഇപ്പോൾ ഓൾഡ് റിയാക്ഷനാണ് അത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് ഓട്ടോ ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ മെയിൻ ചർച്ച എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കാതെ പോയാലോ, ടിക്കറ്റ് എടുത്താലേ എന്നുള്ളതാണ്. പക്ഷേ ഈ പുള്ളിക്കാരത്തി ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരത്തി തീർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ഫോം ആക്കുകയാണ് ഓള്. അങ്ങനെ നമ്മൾ അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യാണ്, ഇത്ര പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് TTR വന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് സ്റ്റേഷന് കീഴിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്റ്റേഷന് കീഞ്ഞപ്പോൾ നമ്മുടെ വിഷമം മാറ്റാനായ ഒരു TTR അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ രണ്ടെണ്ണം വേഗം പോകും ഓരോരുത്തർ പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് TTR വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ഞെട്ടിപ്പോയി. എന്താ പറയുക, നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കീയുമ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്വാഡ് നിൽപ്പുണ്ടായിരുന്നു. സ്ക്വാഡ് നമ്മുടെ അടുത്ത് ടിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇടപെടുന്ന മൂഞ്ചി പോയേനെ. അങ്ങനെ നമ്മൾ പഴയ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്, പുതിയ സ്റ്റാൻഡ്, കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എസ്കലേറ്റർ കയറണോ എന്നുള്ളൊരു ചെറിയൊരു വിമിഷ്ടത്തിലാണ് നമ്മൾ. ലാസ്റ്റ് നമ്മൾ ഫൈനലി ലിഫ്റ്റ് കയറിയിട്ടായിരുന്നു താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ താഴെ എത്തിപ്പോൾ വിചാരിച്ച് വിശക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളൊരു പപ്സും ലൈമും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പപ്സും ലൈമും കുടിച്ച് നമ്മൾ നാലവർ സംഘം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഞാനും അദ്രിജ, അതായത് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട കുട്ടിയും കൂടിയിട്ട് നമ്മളെ കോഴ്സിനെ പറ്റി അന്വേഷിക്കാനാണ് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അതായാലും വലിയ കോമഡി, കാരണം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ എത്താവുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ബസ്സിൽ കയറി 1 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട് വന്നിട്ട് എന്നിട്ടാണ് വീണ്ടും നമ്മൾ ഈ അക്കാദമിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ചരിത്ര നിമിഷമല്ലേ, തെറ്റ് നിന്നാ കണ്ടെത്തുന്നതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ പുള്ളിക്കാരത്തെ നേരെ നാട്ടിലേക്ക് വിടുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പം നമ്മൾ മൂവർ സംഘം വിചാരിച്ച് ഒന്ന് കോഴിക്കോട് ബീച്ച് വരെ പോയിട്ട് വരാമെന്നുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ആൻറ്റീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ചീർപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് ബീച്ചിലേക്കാണ്. അപ്പം അങ്ങനെ കുറച്ച് സമയത്ത് യാത്രക്കൊടുവിൽ നമ്മൾ ബീച്ചിൽ ലാൻഡായിട്ടുണ്ട്. അവിടെ നട്ടുച്ചക്ക് നമ്മളല്ലാണ്ട് വേറെ ആരും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നട്ടുച്ചക്ക് നമ്മൾ അവിടെ എത്തിയത് കൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ പോലത്തെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ. ഈ 2 ചെക്കന്മാർ അവിടെ വൻ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചത് നമുക്ക് ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം അവിടെ ചില്ല് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്ക് നമ്മളെല്ലാവരും അത്യാവശ്യം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടിട്ടുള്ള കോളിഫ്ലവർ ബജ്ജി അല്ലെങ്കിൽ ഉപ്പിലിട്ടത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതും കഴിച്ച് കുറച്ച് സമയം കൂടി നമ്മൾ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു മീനിനെ കാണുന്നത്. ഇത് എന്ത് ഫിഷാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ അതിൽ നടക്കുകയാണ്. മണിക്കൂറുകളുടെ നടത്തത്തിന്റെ പ്രയത്നത്താൽ ഞാൻ തുടച്ചിടുന്നുണ്ട്. നടത്തത്തിന്റെ പ്രയത്നത്താൽ നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. ആദ്യം തള്ളും ഗൈസ്. ഇപ്പൊ എത്തുന്ന 1/2 മണിക്കൂറായി ഗൈസ്. ഞാൻ നടക്കുന്നില്ല 1 മണിക്കൂർ. പിന്നെ 10 തങ്ങോറോ. അങ്ങനെ നമ്മൾ കോഴിക്കോടത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് വടകര റീച്ചായിട്ടുണ്ട്. ഇപ്പം ഫുഡ് നമ്മൾ പിരിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങും ഗൈസ്. നെക്സ്റ്റ് വ്ളോഗ് അടിപൊളിയായിരിക്കും ഗൈസ്. ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. യൂട്യൂബിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. പൊട്ടിക്കരുത് ഫോണ വേണ്ടാണോ. ഓക്കെ ബൈ ഗൈസ്. ബൈ ബൈ. അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊരു ഹോട്ടലുണ്ടോ നോക്കി പോവായിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടൽ കണ്ടെത്തി അവിടെ കയറി മസാല ദോശയായിരുന്നു തിന്നുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പുറകെ കൂടെ ഒരു ചെക്കൻ പോകുന്നുണ്ടായിരുന്നു. മൂപ്പർ എന്നെ നോക്കി പേടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബില്ലൊക്കെ പേ ചെയ്ത് നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് വടകരത്തെ ബസ് സ്റ്റാൻഡിലോട്ടാണ്. ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇരുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം വെളിച്ചമൊക്കെ ഉള്ള ടൈമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതേ ഒരു ഇരുടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.